3 മുട്ട കണ്ടപ്പോൾ എന്തിട്ടുണ്ടാക്കണേന്ന് വിചാരിച്ചിട്ടുണ്ടാവല്ലേ? അതന്നെ മുട്ട വെച്ച് നമ്മൾ എന്തിട്ടുണ്ടാക്കുക, മുട്ടക്കറി തന്നെ. അതിൽക്കുള്ള വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ മുട്ടക്കറി തന്നെ സാധാ മുട്ടക്കറി അല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉണ്ടാക്കുന്നത് ഈ ദാബ സ്റ്റൈൽ മുട്ടക്കറി ഉണ്ടല്ലോ, അത് ഞങ്ങൾ ഒരു ദാബയിൽ കയറി ഭക്ഷണം കഴിച്ചപ്പോൾ അവിടുത്തെ ഒരു മുട്ടക്കറി കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ റെസിപ്പി ഞാൻ അവരോടൊന്നും ചോദിക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു യൂട്യൂബിൽ കണ്ടു, ഒരു ആളുണ്ടാക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പം തന്നെ അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ഞാൻ മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങി വെച്ചു. ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ ഞാൻ 3 മുട്ട എടുത്തേക്കാൻ അത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഫോർക്ക് വെച്ചില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തി വെച്ചൊന്ന് വരഞ്ഞു കൊടുത്താലും മതി കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും തേച്ച് പിടിപ്പിച്ച് ഒരു 5 മിനിറ്റത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മിക്സിഡ് ജാറാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരേ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. സമയം കൊണ്ട് അപ്പോഴേക്കും മുട്ടയൊന്ന് ആ മസാലയ്ക്കൊന്ന് പിടിച്ചു വരട്ടെ. അപ്പോൾ അതേ നല്ലോണം ഫൈനായിട്ടൊന്നും അരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കണ്ടത് ഇതേപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആ മുട്ടയിൽ മസാല തേച്ച് വെച്ച മുട്ട അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് വരണം കേട്ടോ. അപ്പോൾ ആ മുട്ടയുടെ ഉള്ളിലേക്ക് ആ മസാലയൊക്കെ ചെയ്യും. നമ്മൾ സാധാരണ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. നമ്മൾ ആ സവാള വാട്ടി അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ട് ഈ മുട്ട അങ്ങനെ തന്നെ ഇടും, അല്ലെങ്കിൽ അത് രണ്ടായി കട്ട് ചെയ്തിടും. അങ്ങനെ ഇപ്പം നമുക്ക് ഇത് ദാബ സ്റ്റൈലാണെങ്കിൽ ഇത് ഇതേപോലെ എന്തായാലും മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് മുട്ട ഫ്രൈ ചെയ്ത് ഇത് ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ വെളിച്ചെണ്ണ മാറ്റാനൊന്നും നിൽക്കണ്ട, അതിലേക്ക് തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് നടുവേക്കരുത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് ഇതാവുമ്പോൾ നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്കൊരു 3 മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. വലിയ വലിപ്പമൊന്നും ഉണ്ടായില്ല സവാളയ്ക്ക്, അപ്പോൾ അതാരണം 3 ഞാൻ എടുത്തു. അപ്പോൾ കറി ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സവാളയുടെ എണ്ണം കൂടി നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആകെ 3 മുട്ടയിലേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് 3 സവാള ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് വെളിച്ചെണ്ണ കുറവാണെങ്കിൽ നമുക്കൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കണ്ട ആദ്യം നമ്മൾ ആ ഫ്രൈ ചെയ്തെടുത്താൽ വെളിച്ചെണ്ണ മാത്രമല്ലേ ഉണ്ടായുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്തിരി കുറവായിട്ട് തോന്നിയാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി കൊണ്ടുവരണം. നല്ലോണം ഒന്ന് വഴന്ന് വരുന്ന പാകമാകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില അത് നമുക്ക് മുന്നിടണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള ഇടുന്നതിൻ്റെ കൂടെ കറിവേപ്പില ഇട്ടതെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇപ്പോഴാണ് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കണ ആ തക്കാളി ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ആ സവാള നന്നായി വഴന്ന് വന്നതിന് ശേഷമാണ് കേട്ടോ തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം. ഈ തക്കാളിയും സവാളയും കൂടി നന്നായി ഒന്ന് വഴന്ന് വരണം കേട്ടോ നല്ലോണം ഒന്ന്. അപ്പോൾ തക്കാളി നല്ലോണം അരച്ചൊഴിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രഷായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു ചുവന്ന കളർ കാണുമ്പോൾ തക്കാളി ഇട്ടതിൻ്റെ ഒരു ഫീൽ നമുക്ക് തോന്നുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുത്തത്. അപ്പോൾ ഇന്ന് നന്നായി ഒന്ന് തക്കാളിയിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളായിട്ട് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് എരിവിന് വേണ്ടിയിട്ടാണ്. എരിവ് കുറവുള്ളവർക്കാണെങ്കിൽ കശ്മീരി മുളക് പൊടി മാത്രം മതി കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കി ആ പച്ചമണം മാറും വരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലൊരു സ്മെല്ല് വരും. മൂത്ത് വരുമ്പോൾ മസാല മൂത്ത് വരുമ്പോൾ ഒരു സ്മെല്ല് വരില്ലേ, അതുവരെ ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഈ സമയം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതേ നല്ലോണം മസാലയൊക്കെ മൂത്ത് നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ തൈരാണ് കൊടുത്തേക്കുന്നത്. അത് ഒഴിച്ച് കൊടുത്ത് അതും കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ വെക്കണ മുട്ടക്കറിയിൽ നമ്മൾ നാടൻ നമ്മൾ കേരള സ്റ്റൈൽ വെക്കുമ്പോൾ നമ്മൾ തൈരൊന്നും ഒഴിക്കില്ല. ഇത് ദാബ സ്റ്റൈൽ ആയതുകൊണ്ടാണ് നമ്മൾ തൈര് ഒഴിച്ച് കൊടുത്തത്. തൈര് ഒഴിക്കുമ്പോൾ ഒരു പുളിപ്പും പ്രത്യേക ഒരു ടേസ്റ്റ്, ആ തൈര് ഒഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം നല്ലോണം ഉണ്ടാവുന്നുണ്ട് ഇതിൽ. ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കുക, പച്ചവെള്ളം കോരി ഒഴിക്കരുത്. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം.
നന്നായി ഒന്ന് ഇളക്കി ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിതുവരെയായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. പാകത്തിനുള്ള ഉപ്പ്, എത്ര ഈ കറിക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ തന്നെയാണ് കറിക്ക് ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തിളയ്ക്കുക. തിളച്ചതിന് ശേഷം മാത്രമേ കേട്ടോ നമ്മൾ മുട്ടയിട്ട് കൊടുക്കാൻ പറ്റൂ. അത്യാവശ്യം തിളച്ചതിന് ശേഷം നമുക്ക് ആ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടകളൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആ മുട്ടയിലും മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കിടന്ന് നന്നായി തിളയ്ക്കണം. അപ്പോൾ ആ ഗ്രേവിയൊക്കെ ആ മുട്ടയുടെ ഉള്ളിലേക്ക് നമ്മളൊന്നത് ആദ്യം ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് മുട്ടയുടെ ഉള്ളിലേക്ക് ആ മസാല കയറുകയും ചെയ്യും കേട്ടോ നല്ലോണം. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ലാസ്റ്റ് പരിപാടിയാണ് കേട്ടോ ഇത്. കുറച്ച് ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വറ്റിച്ചെടുക്കണവർക്ക് വറ്റിച്ചെടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഗ്രേവിയിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ചും കൂടി ഒന്ന് വറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, കുറച്ചും കൂടി വെള്ളമൊക്കെ വറ്റി അതിന് മീതെ മല്ലിയില കുറച്ച് മീതെ ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മല്ലിയിലയുടെ ആ മണവും എല്ലാം കൂടി ഒന്ന് സെറ്റായി വരണമെങ്കിൽ നമ്മൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ നമുക്കിത് മല്ലിയിലൊക്കെ ഇട്ടു, നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് സെറ്റ് കറിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. നിങ്ങളിത് ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. എനിക്കന്ന് ആ കഴിച്ചതിൻ്റെ ആ ഒരു ഇഷ്ടത്തിലാണ് ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചത്. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കേ.